രചനാവലി അണയുകയാ സകലേശൻ തൻ തിരുമുൻപിൽ ഹൃദയവികാരം പകരുകയാ ത്യാഗത്തിൻ ബലിയിൽ സ്നേഹത്തിൻ കൃപയാ പാടാം നാഥനു കീർത്തനമൊന്നായി മാനവരൊന്നായി ചേർന്നിടാ നൽകാം നാഥനു ജീവിതമൊന്നായി ഉൾത്തടമിവിടെ ഉയർത്തിടാ അനുരഞ്ജിതരാ ബലിവേദിയിൽ ഒരു മനമോടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും നിങ്ങളോട് കൂടെയും അങ്ങേ ആത്മാവോടും കൂടെ. യേശുക്രിസ്തുവിൽ പ്രിയ സഹോദരി സഹോദരന്മാരെ, കർത്താവിന്റെ രക്ഷയേകുന്ന ഈ ബലിപീഠത്തെങ്കിലേക്ക് നമ്മൾ കടന്നു വന്നിരിക്കുകയാണ് വിശുദ്ധ ബലി അർപ്പിക്കുവാനായി. ഇന്നേ ദിവസം ആഗോള കത്തോലിക്ക സഭ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ജ്ഞാനസ്ഥാന തിരുനാൾ ആഘോഷിക്കുകയാണ്. നമുക്കറിയാം, സകല പ്രവചനങ്ങളുടെയും പൂർത്തീകരണത്തിനായിട്ട് ദൈവപുത്രനായിരിക്കെ യേശുനാഥൻ സ്നാപക യോഹന്നാനിൽ നിന്നും സ്നാനം സ്വീകരിക്കുകയും അങ്ങനെ സകലതും തന്നിലൂടെ പൂർത്തീകരിക്കപ്പെടുകയും അങ്ങനെ ദൈവം വാഗ്ദാനം ചെയ്ത സ്വർഗരാജ്യത്തിലേക്ക് മാനവ കുലത്തെ ചേർക്കുന്നതിന് വേണ്ടിയിട്ട് രക്ഷകനായിട്ട് ഈ ലോകത്തിലേക്ക് കടന്നു വരികയും തന്നെ എളിമപ്പെടുത്തുകയും ചെയ്തുകൊണ്ട് സ്നാപക യോഹന്നാനിൽ നിന്ന് സ്നാനം സ്വീകരിച്ച ഈ ദിനം നമ്മൾ ആചരിക്കുമ്പോൾ നമുക്കും കർത്താവിനോട് പ്രാർത്ഥിക്കാം. ദൈവവചനങ്ങളിലും അതുപോലെ കൽപ്പനകളിലുമെല്ലാം ശ്രദ്ധാലുക്കളായി യേശുനാഥൻ എപ്രകാരമാണ് സകലതും പൂർത്തീകരിക്കപ്പെടേണ്ടതിന് തന്നെ എളിമപ്പെടുത്തിയത്, അപ്രകാരം നമ്മളും ദൈവവചനത്തോട് ചേർന്ന് നിന്ന് അവിടുത്തെ കൽപ്പനകൾ പാലിച്ചുകൊണ്ട് എല്ലാ കൽപ്പനകളുടെയും ദൈവ തിരുവിഷ്ടമനുസരിച്ചുള്ള പൂർത്തീകരണം നമ്മളിലൂടെ പൂർത്തീകരിക്കപ്പെടുകയും അങ്ങനെ ജ്ഞാനസ്ഥാന സമയത്ത് യേശുവിന് വേണ്ടിയിട്ട് സ്വർഗം തുറക്കപ്പെട്ടു എന്നും അത് യേശുവിന് വേണ്ടിയിട്ട് മാത്രമല്ല, അത് മാനവകുലത്തിന് മുഴുവന് വേണ്ടിയിട്ടുമാണ് തുറക്കപ്പെട്ടതെന്നും ആ തുറക്കപ്പെട്ട സ്വർഗത്തിലേക്ക് എത്തിച്ചേരുന്ന വിധം യോഗ്യതയോടുകൂടെ ജീവിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഒപ്പം തന്നെ പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ വിശുദ്ധ ബലി അർപ്പിക്കുമ്പോൾ തക്കതായ യോഗ്യതയോടും ഒരുക്കത്തോടും കൂടി അർപ്പിക്കേണ്ടതിന് ചെയ്തു പോയ പാപങ്ങളെ ഓർത്ത് മനസ്തപിക്കുകയും കർത്താവിൻ്റെ കാരുണ്യത്തിനായി കേണപേക്ഷിക്കുകയും ചെയ്യാം. സർവശക്തനായ ദൈവത്തോടും സഹോദരരെ നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു. എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എൻ്റെ പിഴ എൻ്റെ വലിയ പിഴ. ആകയാൽ നിത്യകന്യയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പുറത്ത് നമ്മെ നിത്യജീവനിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. കർത്താവേ കനിയേണമേ, കർത്താവേ കനിയേണമേ, ക്രിസ്തുവേ കനിയേണമേ, കർത്താവേ കനിയേണമേ. അത്യുന്നതങ്ങളിൽ ദൈവത്തിനു മഹത്വം, ഭൂമിയിൽ സന്മനസ്സുള്ളോർക്ക് ശാന്തിയുമേ ശാന്തിയുമേ.
അങ്ങയെ ഞങ്ങൾ പുകഴ്ത്തുന്നു, ആരാധിച്ചങ്ങയെ വാഴ്ത്തുന്നു, ദിവ്യമഹിമകൾ പാടുന്നു. അങ്ങേ മഹാമഹിമൈക്കിതാ നന്ദി ചൊല്ലുന്നീവർ താഴ്മയാ. ദൈവമേ കർത്താവാമങ്ങയെ വാഴ്ത്തുന്നു സ്വർലോക രാജനേ. സർവൈക ശക്തനാം ദൈവമേ, താതനാമങ്ങയെ വാഴ്ത്തുന്നു, ഏകാത്മജാദേവസൂനുവേ, കർത്താവാം ശ്രീയേശു ക്രിസ്തുവേ. ദൈവമേ കർത്താവാമങ്ങയെ വാഴ്ത്തുന്നു, ദൈവത്തിൻ കുഞ്ഞാടേ, താതനാം ദൈവത്തിൻ സൂനുവേ, അങ്ങയെ വാഴ്ത്തി സ്തുതിക്കുന്നു. ലോകത്തിൻ പാപനിഹന്താവേ, കാരുണ്യം തൂകണേ ഞങ്ങളിൽ. ലോകത്തിൻ പാപനിഹന്താവേ, ഞങ്ങൾ തൻ പ്രാർത്ഥന കേൾക്കണേ. നിത്യപിതാവിൻ്റെ പാർശ്വത്തിൽ നിർവലം ഭാഗത്തിരുന്നീടും ഞങ്ങൾ തൻ രക്ഷകനേശുവേ, കാരുണ്യം തൂകണേ ഞങ്ങളിൽ. സത്യസ്വരൂപൻ പിതാവുതൻ നിത്യമഹിമാവിൻ തേജസ്സിൽ, പാവനാത്മാവുതൻ ഐക്യത്തിൽ വാഴുന്ന ക്രിസ്തുവാമേശുവേ, അങ്ങു മാത്രം പരിപാവനൻ, അങ്ങു താനേകനാം നാഥനും, അങ്ങു മാത്രം പരമോന്നതൻ, തൃത്വൈക ദൈവ മഹത്വത്തിൽ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനും നിത്യനുമായ ദൈവമേ, ജോർദാനിൽ ക്രിസ്തുവിൻ്റെ ജ്ഞാനസ്ഥാനം സ്വീകരിച്ചപ്പോൾ ശേഷം പരിശുദ്ധാത്മാവ് അവിടുത്തെ മേൽ ഇറങ്ങി വന്നപ്പോൾ അങ്ങേ പ്രിയപുത്രനായി അവിടുത്തെ സഘോഷം അങ്ങ് പ്രഖ്യാപിച്ചുവല്ലോ. ജലത്താലും പരിശുദ്ധാത്മാവിനാലും പൊതുജന്മം പ്രാപിച്ച അങ്ങേ ദത്തുപുത്രർ അങ്ങേ പ്രീതിയിൽ എന്ന് നിലനിൽക്കുവാൻ അനുഗ്രഹിക്കണമേ. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ദൈവമായി ജീവിച്ചു വാഴുന്ന അങ്ങേ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. ആമേൻ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്ന് കർത്താവ് അരുളി ചെയ്യുന്നു, ആശ്വസിപ്പിക്കുവിൻ, എൻ്റെ ജനത്തെ സമാശ്വസിപ്പിക്കുവിൻ. ജെറുസലേമിനോട് സൗമ്യമായി സംസാരിക്കുകയും അവളോട് പ്രഘോഷിക്കുകയും ചെയ്യുവിൻ. അവളുടെ അടിമത്തം അവസാനിച്ചു, തിന്മകൾ ക്ഷമിച്ചിരിക്കുന്നു, എല്ലാ പാപങ്ങൾക്കും കർത്താവിൽ നിന്ന് ഇരട്ടി ശിക്ഷയും ലഭിച്ചിരിക്കുന്നു. ഒരു സ്വരം ഉയർന്നു, മരുഭൂമിയിൽ കർത്താവിന് വഴിയൊരുക്കുവിൻ, വിജനപ്രദേശത്ത് നമ്മുടെ ദൈവത്തിന് വിശാല വീതി ഒരുക്കുവിൻ. താഴ്വരകൾ നികത്തപ്പെടും, മലകളും കുന്നുകളും താഴ്ത്തപ്പെടും, കുന്നും കുഴിയുമായ സ്ഥലങ്ങൾ നിരപ്പാകും, ദുർഘട പ്രദേശങ്ങൾ സമതലമാകും. കർത്താവിൻ്റെ മഹത്വം വെളിപ്പെടും, മരത്തിലെല്ലാവരും ഒരുമിച്ച് അത് ദർശിക്കും. കർത്താവാണ് ഇത് അരുളി ചെയ്യുന്നത്. സദ്വാർദ്ധയുമായി വരുന്ന സിയോനെ, ഉയർന്ന മലയിൽ
ഉയർന്ന മലയിൽ കയറി ശക്തിയോടെ സ്വരമുയർത്തി പറയുക. സദ്വാർത്തയുമായി വരുന്ന ജെറുസലേമേ, നിർഭയം വിളിച്ചു പറയുക. യൂദയയുടെ പട്ടണങ്ങളോട് പറയുക, ഇതാ നിങ്ങളുടെ ദൈവം, ഇതാ ദൈവമായ കർത്താവ് ശക്തിയോടെ വരുന്നു. അവിടുന്ന് കരബലത്താൽ ഭരണം നടത്തുന്നു. സമ്മാനം അവിടുത്തെ കയ്യിലുണ്ട്, പ്രതിഫലവും അവിടുത്തെ മുൻപിലുണ്ട്. ഇടയനെ പോലെ അവിടുന്ന് തൻ്റെ ആട്ടിൻകൂട്ടത്തെ മേയ്ക്കുന്നു. അവിടുന്ന് ആട്ടിൻകുട്ടികളെ കരങ്ങളിൽ ചേർത്ത് മാറോടണച്ച് തള്ളയാടുകളെ സാവധാനം നയിക്കുന്നു. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. എൻ്റെ ആത്മാവിനെ കർത്താവിനെ വാഴ്ത്തുക. എൻ്റെ ദൈവമായ കർത്താവ് അങ്ങ് അത്യുന്നതനാണ്. എൻ്റെ ആത്മാവേ, എൻ്റെ ആത്മാവേ, കർത്താവിനെ വാഴ്ത്തുക. കർത്താവിനെ വാഴ്ത്തുക. എൻ്റെ ദൈവമായ കർത്താവേ, എൻ്റെ ദൈവമായ കർത്താവേ, അങ്ങ് അത്യുന്നതനാണ്. അങ്ങ് അത്യുന്നതനാണ്. എൻ്റെ ദൈവമായ കർത്താവേ, അങ്ങ് അത്യുന്നതനാണ്. അവിടുന്ന് മഹത്വവും തേജസ്സും ധരിച്ചിരിക്കുന്നു. വസ്ത്രം എന്ന പോലെ അങ്ങ് പ്രകാശം അണിഞ്ഞിരിക്കുന്നു. കൂടാരം എന്ന പോലെ അവിടുന്ന് ആകാശം വിരിച്ചിരിക്കുന്നു. എൻ്റെ ആത്മാവേ, എൻ്റെ ആത്മാവേ, കർത്താവിനെ വാഴ്ത്തുക. കർത്താവിനെ വാഴ്ത്തുക. എൻ്റെ ദൈവമായ കർത്താവേ, എൻ്റെ ദൈവമായ കർത്താവേ, അങ്ങ് അത്യുന്നതനാണ്. അങ്ങ് അത്യുന്നതനാണ്. അങ്ങയുടെ മന്ദിരത്തിൻ്റെ തൂലാങ്ങൾ ജനത്തിന്മേൽ സ്ഥാപിച്ചിരിക്കുന്നു. അങ്ങ് വാനമേഘങ്ങളെ രഥമാക്കി കാറ്റിൻ്റെ ചിറകുകളിൽ സഞ്ചരിക്കുന്നു. അവിടുന്ന് കാറ്റുകളെ ദൂതരും അഗ്നിയെയും അഗ്നിജ്വാലകളെയും സേവകരുമാക്കി. എൻ്റെ ആത്മാവേ, എൻ്റെ ആത്മാവേ, കർത്താവിനെ വാഴ്ത്തുക. കർത്താവിനെ വാഴ്ത്തുക. എൻ്റെ ദൈവമായ കർത്താവേ, എൻ്റെ ദൈവമായ കർത്താവേ, അങ്ങ് അത്യുന്നതനാണ്. അങ്ങ് അത്യുന്നതനാണ്. കർത്താവേ, അങ്ങയുടെ സൃഷ്ടികൾ എത്ര വൈവിധ്യപൂർണങ്ങളാണ്. ജ്ഞാനത്താൽ അങ്ങ് അവയെ നിർമ്മിച്ചു. ഭൂമി അങ്ങയുടെ സൃഷ്ടികളാൽ നിറഞ്ഞിരിക്കുന്നു. അതാ വിസ്തൃതമായ മഹാസമുദ്രം, ചെറുതും വലുതുമായ അസംഖ്യം ജീവികളെ കൊണ്ട് അത് നിറഞ്ഞിരിക്കുന്നു. എൻ്റെ ആത്മാവേ, എൻ്റെ ആത്മാവേ, കർത്താവിനെ വാഴ്ത്തുക. കർത്താവിനെ വാഴ്ത്തുക. എൻ്റെ ദൈവമായ കർത്താവേ, എൻ്റെ ദൈവമായ കർത്താവ്, അങ്ങ് അത്യുന്നതനാണ്. അങ്ങ് അത്യുന്നതനാണ്. യഥാസമയം ഭക്ഷണം ലഭിക്കാൻ അവ അങ്ങേ നോക്കിയിരിക്കുന്നു. അങ്ങ് നൽകുമ്പോൾ അവ ഭക്ഷിക്കുന്നു. അങ്ങ് കൈ തുറന്നു കൊടുക്കുമ്പോൾ അവ നന്മകളാൽ സംതൃപ്തരാകുന്നു. എൻ്റെ ആത്മാവേ, എൻ്റെ ആത്മാവേ, കർത്താവിനെ വാഴ്ത്തുക. കർത്താവിനെ വാഴ്ത്തുക. എൻ്റെ ദൈവമായ കർത്താവേ, എൻ്റെ ദൈവമായ കർത്താവേ, അങ്ങ് അത്യുന്നതനാണ്. അങ്ങ് അത്യുന്നതനാണ്. എൻ്റെ ആത്മാവേ, അവിടുന്ന് മുഖം മറയ്ക്കുമ്പോൾ അവ പരിഭ്രാന്തരാകുന്നു. അങ്ങ് അവയുടെ ശ്വാസം പിൻവലിക്കുമ്പോൾ അവ മരിച്ച് ഭൂമിയിലേക്ക് മടങ്ങുന്നു. അങ്ങ് ജീവശ്വാസം അയക്കുമ്പോൾ അവ സൃഷ്ടിക്കപ്പെടുന്നു. അങ്ങ് ഭൂമുഖം നവീകരിക്കുന്നു. എൻ്റെ ആത്മാവേ, എൻ്റെ ആത്മാവേ, കർത്താവിനെ വാഴ്ത്തുക. കർത്താവിനെ വാഴ്ത്തുക. എൻ്റെ ദൈവമായ കർത്താവേ, എൻ്റെ ദൈവമായ കർത്താവേ, അങ്ങ് അത്യുന്നതനാണ്. അങ്ങ് അത്യുന്നതനാണ്. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ തീത്തോസിന് എഴുതിയ ലേഖനത്തിൽ നിന്ന്. പ്രിയപ്പെട്ടവനെ, എല്ലാ മനുഷ്യരുടെയും രക്ഷയ്ക്കായി ദൈവത്തിൻ്റെ കൃപ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. നിർമ്മതത്വവും ലൗകിക മോഹങ്ങളും ഉപേക്ഷിക്കുവാനും ഈ ലോകത്തിൽ സമചിത്തതയും നീതിനിഷ്ഠയും ദൈവഭക്തിയുമുള്ള ജീവിതം നയിക്കാനും അത് നമ്മെ പരിശീലിപ്പിക്കുന്നു. അതേസമയം നമ്മുടെ മഹോന്നതനായ ദൈവത്തിൻ്റെയും രക്ഷകനായ യേശുക്രിസ്തുവിൻ്റെയും മഹത്വം പ്രത്യക്ഷമാകുമ്പോൾ കൈവരാൻ പോകുന്ന അനുഗ്രഹപൂർണമായ പ്രത്യാശ നാം കാത്തിരിക്കുകയും ചെയ്യുന്നു. യേശുക്രിസ്തു എല്ലാ തിന്മകളിൽ നിന്ന് നമ്മെ മോചിപ്പിക്കുന്നതിനും സൽപ്രവൃത്തികൾ ചെയ്യുന്നതിൽ തീഷ്ണതയുള്ള ഒരു ജനതയെ തനിക്ക് വേണ്ടി ശുദ്ധീകരിക്കുന്നതിനുമായി നമ്മെ പ്രതി തന്നെ ബലിയർപ്പിച്ചു. ഇക്കാര്യങ്ങൾ നീ പ്രഖ്യാപിക്കുക. തികഞ്ഞ അധികാരത്തോടെ നീ ജനങ്ങളെ ഉദ്ബോധിപ്പിക്കുകയും ശാസിക്കുകയും ചെയ്യുക. ആരും നിന്നെ അവഗണിക്കാതിരിക്കട്ടെ. നമ്മുടെ രക്ഷകനായ ദൈവത്തിൻ്റെ നന്മയും സ്നേഹം നിറഞ്ഞ കാരുണ്യവും വെളിപ്പെട്ടപ്പോൾ അവിടുന്ന് നമുക്ക് രക്ഷ നൽകി. അത് നമ്മുടെ നീതിയുടെ പ്രവൃത്തികൾ കൊണ്ടല്ല, പിന്നെയോ അവിടുത്തെ കാരുണ്യം മൂലം പരിശുദ്ധാത്മാവിൽ അവിടുന്ന് നിർവഹിച്ച പുനരുജ്ജീവനത്തിൻ്റെയും നവീകരണത്തിൻ്റെയും സ്നാനത്താൽ അത്രേ. ദൈവം നമ്മുടെ രക്ഷകനായ യേശുക്രിസ്തുവിലൂടെയാണ് പരിശുദ്ധാത്മാവിനെ നമ്മുടെ മേൽ സമൃദ്ധമായി വർഷിച്ചത്. അവിടുത്തെ കൃപാവരത്താൽ നാം നീതിമത്കരിക്കപ്പെടുന്നതിനും നിത്യജീവനെ പറ്റിയുള്ള പ്രത്യാശയിൽ നാം
അവകാശികളാകുന്നതിനും വേണ്ടിയാണ് ഇങ്ങനെ ചെയ്തത്. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യോഹന്നാൻ പറഞ്ഞു, എന്നേക്കാൾ ശക്തനായ ഒരുവൻ വരുന്നു, അവൻ പരിശുദ്ധാത്മാവാലും അഗ്നിയാലും നിങ്ങൾക്ക് സ്നാനം നൽകും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവ് നിങ്ങളോട് കൂടെ. അങ്ങേ ആത്മാവോട് കൂടെ. വിശുദ്ധ ലൂക്കായുടെ വിശുദ്ധ സുവിശേഷം എന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അക്കാലത്ത് പ്രതീക്ഷയോടെ ആയിരുന്ന ജനമെല്ലാം ഇവൻ തന്നെയോ ക്രിസ്തു എന്ന യോഹന്നാനെ പറ്റി ചിന്തിച്ചു തുടങ്ങി. യോഹന്നാൻ അവരോട് പറഞ്ഞു, ഞാൻ ജലം കൊണ്ട് സ്നാനം നൽകുന്നു, എന്നാൽ എന്നേക്കാൾ ശക്തനായ ഒരുവൻ വരുന്നു, അവൻ്റെ ചെരുപ്പിൻ്റെ കെട്ടഴിക്കാൻ പോലും ഞാൻ യോഗ്യനല്ല. അവൻ പരിശുദ്ധാത്മാവാലും അഗ്നിയാലും നിങ്ങൾക്ക് സ്നാനം നൽകും. ജനം സ്നാനം സ്വീകരിച്ചു കൊണ്ടിരിക്കുമ്പോൾ യേശുവും വന്ന് സ്നാനമേറ്റു. അവൻ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ സ്വർഗം തുറക്കപ്പെട്ടു. പരിശുദ്ധാത്മാവ് പ്രാവിൻ്റെ രൂപത്തിൽ അവൻ്റെ മേൽ ഇറങ്ങി വന്നു. സ്വർഗത്തിൽ നിന്നും ഒരു സ്വരം ഉണ്ടായി, നീ എൻ്റെ പ്രിയപുത്രൻ, നിന്നിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. യേശു ക്രിസ്തുവിൽ പ്രിയ സഹോദരി സഹോദരന്മാരെ, നിങ്ങൾക്കെല്ലാവർക്കും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ജ്ഞാനസ്നാന തിരുനാളിൻ്റെ പ്രാർത്ഥനാശംസകൾ. പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ ജ്ഞാനസ്നാന തിരുനാൾ നമ്മൾ ആഘോഷിക്കുമ്പോൾ ഈ വാക്ക് നമ്മളെ കാതുകളിൽ പതിയുമ്പോൾ തന്നെ നമ്മുടെ മുമ്പിലേക്ക് മനസ്സിലേക്ക് കടന്നു വരുന്ന ചിത്രം, രക്ഷകനായ യേശു ജോർദാൻ നദിയിലേക്ക് വരികയും അവിടുന്ന് യോഹന്നാനാൽ സ്നാനപ്പെടുകയും പിന്നീട് അവൻ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ സ്വർഗം തുറക്കപ്പെടുന്നതും ആത്മാവ് പ്രാവിൻ്റെ രൂപത്തിൽ കടന്നു വരികയും അങ്ങനെ സ്വർഗം തുറക്കപ്പെട്ട് സ്വർഗത്തിൽ നിന്നും ഒരു സ്വരം ശ്രവിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, ഇവിടെ ഇത് നമ്മളൊരു ധ്യാനാത്മകമായിട്ട് ചിന്തിച്ചുകൊണ്ട് നമ്മൾ ഈ തിരുനാൾ ആഘോഷിക്കുവാനായിട്ട് ഒരുങ്ങുവാൻ നിങ്ങളെ ക്ഷണിക്കുകയാണ്. തീർച്ചയായിട്ടും ഈ രംഗങ്ങളിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ആദ്യം സ്നാപക യോഹന്നാനെ തന്നെയാണ്. അവൻ ജോർദാൻ നദിയുടെ തീരത്താണ്. പ്രിയപ്പെട്ടവരെ, സ്നാപക യോഹന്നാൻ്റെ ജീവിതത്തെക്കുറിച്ച് നമ്മൾ ധ്യാനിക്കുമ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് അവൻ്റെ ചെറുപ്പകാലം അത്രയും, അല്ലെങ്കിൽ അവൻ ജോർദാൻ നദി തടത്തിൽ കടന്നു വരുന്നതിന് മുമ്പ് മരുഭൂമിയിലായിരുന്നു താമസിച്ചിരുന്നതെന്ന് സുവിശേഷങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. വീണ്ടും മരുഭൂമിയിൽ നിന്നാണവൻ ജോർദാൻ നദിയുടെ തീരത്ത് വരികയും അങ്ങനെ പാപമോചനത്തിൻ്റെ അനുരഞ്ജനത്തിൻ്റെ സ്നാനം പ്രഘോഷിക്കുകയും ചെയ്തു. പ്രിയപ്പെട്ടവരെ, കർത്താവായ യേശുനാഥൻ സ്നാനം സ്വീകരിക്കുന്നതിന് മുമ്പ് പറയുന്നത് സകലതും പൂർത്തീകരിക്കപ്പെടേണ്ടതിന് ഇപ്പോഴിതിങ്ങനെ ഭവിക്കട്ടെ എന്നാണ്, അല്ലെങ്കിൽ ഇപ്പോഴിങ്ങനെ തന്നെ നടക്കട്ടെ എന്നാണ്. ഇനി ഈ പൂർത്തീകരണം എന്ന് പറയുന്നത് കൊണ്ടൊക്കെ അർത്ഥം എന്താണ്? പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം ഇസ്രായേൽ ജനം ഈജിപ്തിലെ അടിമത്തത്തിൽ നിന്നും രക്ഷപ്പെട്ടത് ഈ പറയുന്നത് പോലെ തന്നെ 40 വർഷത്തോളം കാലം മരുഭൂമിയിലൂടെ സഞ്ചരിച്ച് ജോർദാനിൽ വരികയും അവിടുന്ന് ജോർദാൻ നദി വഴിയാണ് അവർ വാഗ്ദാന ദേശമായ കാനാൻ ദേശത്തേക്ക് എത്തിച്ചേരുകയും ചെയ്തത്. അപ്പോൾ 40 വർഷത്തോളം കാലത്തെ അനുരഞ്ജനവും അതുപോലെ തന്നെ അനുതാപവും ഒക്കെ ഉണ്ടായിരുന്നു.
അങ്ങനെയാണ് അവർ വാഗ്ദാന ദേശത്തിലേക്ക് പ്രവേശിച്ചത്. ഇവിടെ പുതിയ നിയമത്തിലും പുതിയൊരു പുറപ്പാടാണ്. അതായത് ഈജിപ്തിലെ അടിമത്തത്തിൽ നിന്നും വാഗ്ദാനം ചെയ്യപ്പെട്ട കാനാൻ ദേശത്തേക്ക് എത്തി. അങ്ങനെ അവരുടെ ഭൗമിക ജീവിതത്തിൽ അവർ രക്ഷിക്കപ്പെട്ടവരാണ് അടിമത്തത്തിൽ നിന്നും. എന്നാൽ പാപത്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് രക്ഷപ്പെട്ടുകൊണ്ട് സ്വർഗത്തിലേക്കുള്ള ഒരു പുതിയൊരു പുറപ്പാടാണ് ഈ യേശുവിൻ്റെ ജ്ഞാനസ്ഥാനം വഴി നമുക്ക് നൽകുന്ന വലിയ സന്ദേശം. നമുക്കറിയാം, അതായത് ആ ഇസ്രായേൽ ജനത്തെ സ്മരിപ്പിക്കുന്ന, അല്ലെങ്കിൽ അവരുടെ അടിമത്തത്തെയും അതിലൂടെ ദൈവത്തിൻ്റെ ഇടപെടലും പിന്നെ രക്ഷയിലേക്കും കടന്നു വരുന്നത് അനുസ്മരിക്കുന്നത് തന്നെയാണ് യോഹന്നാൻ മരുഭൂമിയിലായിരുന്നു കൊണ്ട് അനുരഞ്ജനത്തിൻ്റെ കുദാശ അല്ലെങ്കിൽ അനുരഞ്ജനത്തിൻ്റെ ജ്ഞാനസ്ഥാനം പറയുകയാണ്, പ്രഘോഷിക്കുകയാണ്. അങ്ങനെ അവനിലൂടെ അനുരഞ്ജനപ്പെട്ട് അല്ലെങ്കിൽ അനുരഞ്ജനപ്പെട്ട് ഈ ജ്ഞാനസ്ഥാനം സ്വീകരിച്ച് ആ രക്ഷയിലേക്ക് വിളിക്കുകയാണ്. ഇനി ഇവൻ ഈ പഴയ കാര്യങ്ങളെല്ലാം സ്മരിപ്പിച്ചുകൊണ്ട് ഇപ്രകാരം അനുതാപത്തിൻ്റെ സ്നാനം കൊടുക്കുമ്പോൾ തീർച്ചയായിട്ടും ജനങ്ങൾക്കുണ്ടായ ഒരു സംശയം, എങ്ങാനും ഇവൻ തന്നെയാണോ വാഗ്ദാനത്തിൽ എഴുതപ്പെട്ടിരിക്കുന്ന ക്രിസ്തു എന്ന്. കാരണം പൂർവികർ പറയുകയുണ്ടായി, യേശുനാഥൻ അതായത് മനുഷ്യപുത്രൻ ഈ ലോകത്തിലേക്ക് കടന്നു വരുമ്പോൾ അവനിലൂടെയാണ് ഇനി നമ്മുടെ ആത്മീയ ജീവിതത്തിൽ രക്ഷ പ്രാപിക്കേണ്ടത് എന്ന്. ആ രക്ഷയുടെ മാർഗം കാണിച്ചു കൊടുത്ത വ്യക്തി തന്നെയാണ് സ്നാപക യോഹന്നാൻ. ആയതിനാലാണ് ഇവൻ തന്നെയാണോ ക്രിസ്തു എന്ന് ജനത്തിൻ്റെ ഇടയിൽ ഒരു സംശയമുളവാകുന്നത്. ആ സംശയങ്ങളെയെല്ലാം ദൂരീകരിച്ചുകൊണ്ടാണ് ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ കാണുന്നത് പോലെ സ്നാപക യോഹന്നാൻ പറയുന്നത്, എന്നേക്കാൾ ശക്തൻ കടന്നു വരുന്നുണ്ട് എന്ന്. അതായത് ആ ജോർദാൻ നദി എന്ന് പറയുന്നത് അനുതാപത്തിൻ്റെയും അനുരഞ്ജനത്തിൻ്റെയും എല്ലാം കാരണമായിക്കൊണ്ട് വിശുദ്ധീകരിക്കപ്പെടുവാനായിട്ട്, ദേഹശുദ്ധിയും കടന്നു വരുവാനായിട്ട് അതിലൂടെ വാഗ്ദാന ദേശത്തിലേക്ക് കടന്നു വന്നതുപോലെ അതേ ജോർദാനിൽ യേശുനാഥൻ സ്നാനം സ്വീകരിക്കുകയും പിന്നീട് അവൻ്റെ നാമത്തിൽ സ്നാനം സ്വീകരിക്കുന്നവരെല്ലാം വെറും ജലത്താൽ മാത്രമല്ല സ്നാനം സ്വീകരിക്കുന്നത്, അവൻ്റെ ജ്ഞാനസ്ഥാനത്തിലൂടെ ആത്മാവിൻ്റെ സ്നാനത്തിലേക്ക് നമ്മളെ വഴി തുറന്ന് കാണിക്കുകയാണ് യേശുനാഥ്. അതിനുശേഷമുള്ള സ്നാനം എല്ലാം യേശുവിൻ്റെ നാമത്തിൽ സ്വീകരിക്കുന്നവരെല്ലാം വെറും ജലം കൊണ്ട് മാത്രമല്ല ആത്മാവിനാലും സ്നാനപ്പെട്ടു വരികയാണ്. അങ്ങനെ സ്വർഗരാജ്യത്തിന് അവകാശികളായി മാറുകയാണ് ചെയ്യുന്നത്. പ്രിയപ്പെട്ടവരെ, പൂർവിക ചരിത്രത്തിൽ മറ്റൊരു കാര്യം കൂടിയുണ്ട്. 2 രാജാക്കന്മാരുടെ പുസ്തകം 2-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നു, ഏലിയ പ്രവാചകൻ തൻ്റെ മേലങ്കി കൊണ്ട് ജോർദാനിൽ അടിച്ചപ്പോഴാണ് ജോർദാൻ നദി 2ആയിട്ട് വിഭജിച്ചത്. എപ്രകാരമാണോ ചെങ്കടൽ 2ആയിട്ട് മാറി നിന്നുകൊണ്ട് ഇസ്രായേൽ ജനം അതിലൂടെ കടന്നു പോയത്, അപ്രകാരം ഏലിയ പ്രവാചകൻ മേലങ്കി കൊണ്ടടിച്ചപ്പോഴും 2ആയി മാറി. അങ്ങനെ സ്വർഗം തുറക്കപ്പെട്ടു, അവൻ സ്വർഗത്തിലേക്ക് പ്രവേശിച്ചു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞ പോലെ യേശുനാഥൻ സ്നാനം സ്വീകരിച്ചു കൊണ്ടിരുന്നപ്പോൾ, അവൻ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ വീണ്ടും സ്വർഗം 2ആയി മുറിക്കപ്പെടുകയാണ്. അത് ജനത്തിന് വേണ്ടിയിട്ടാണ്, അവനിലൂടെ സ്നാനം സ്വീകരിക്കുന്നവർക്ക് പ്രവേശിക്കുവാനായിട്ട്. ഇനി ഇവിടെ പറയുന്നു, ആത്മാവ് പ്രാവിൻ്റെ രൂപത്തിലാണ് കടന്നു വരുന്നത്. പ്രിയപ്പെട്ടവരെ, പെന്തക്കോസ്ത തിരുനാളിലൊക്കെ നമ്മൾ കാണുന്നത് അഗ്നിനാളം പോലെയാണ്, അഗ്നിയായി കാറ്റായിട്ടൊക്കെ കടന്നു വരുന്ന പരിശുദ്ധാത്മാവിനെ കുറിച്ച് നമ്മൾ കേൾക്കുന്നുണ്ട്. എന്നാൽ യേശുവിൻ്റെ ജ്ഞാനസ്ഥാന സമയത്ത് കടന്നു വന്നത് ആരാണ്? പ്രാവിൻ്റെ രൂപത്തിലാണ് പരിശുദ്ധാത്മാവ് കടന്നു വരിക. ഇനി ഈ പ്രാവിൻ്റെ രൂപത്തിൽ വരുന്ന പരിശുദ്ധാത്മാവിൻ്റെ ഇടപെടലും വളരെ പ്രധാനമായിട്ടുള്ള കാര്യം തന്നെയാണ്. കാരണം നമുക്കറിയാം നോഹയുടെ പേട്ടകത്തിൽ സംഭവിച്ചത് എന്താണ്. അതായത് ഈ ജലപ്രവാഹം വന്ന് അങ്ങനെ പേട്ടകത്തിൽ താമസിച്ചു കൊണ്ടിരുന്നപ്പോൾ വെള്ളം വറ്റിയോ എന്നറിയാനായിട്ട് അവർ അയച്ചത് പ്രാവിനെയാണ്. ആദ്യം പ്രാവിനെയല്ല അയച്ചത്, രണ്ടാമത് അയച്ചത് പ്രാവിനെയാണ്. പ്രാവിനെ അയച്ചപ്പോഴാണ്
ആ പ്രാവ് തിരിച്ച് കടന്നു വരുന്നത്, 2 ഇലയുമായിട്ട് കടന്നു വരുന്നത്, അതായത് പാപത്താലും ക്രൂരഹത്യകളാലും നശിക്കപ്പെട്ട ഒരു ജനത്തെ മുഴുവനുമായിട്ട് നശിപ്പിക്കുകയും പിന്നെ ഒരു പുതിയ ജീവനിലേക്ക് കടന്നു വരുവാനായിട്ട്, രണ്ടാമതൊരു പുതിയൊരു ജീവനിലേക്ക് കടന്നു വരുവാനായിട്ട് അതിന് പച്ചക്കൊടി കാണിച്ചതും ഈ പ്രാവിൻ്റെ രൂപത്തിൽ തന്നെയാണ്. പോയ പ്രാവ് തിരിച്ചു വരികയും അങ്ങനെ ഇനി ഈ ലോകം ജീവിക്കുവാൻ യോഗ്യമായിട്ടുണ്ട് എന്ന് തിരിച്ചറിവ് അവർക്ക് നൽകുന്നതും ഈ പ്രാവിലൂടെ തന്നെയാണ്. തീർച്ചയായിട്ടും ഇവിടെ സ്വർഗം തുറക്കപ്പെടുമ്പോൾ ദൈവാത്മാവ് പ്രാവിൻ്റെ രൂപത്തിൽ കടന്നു വരികയാണ്. എന്താണ്? പുതിയൊരു ജീവിതത്തിലേക്ക്, പുതിയൊരു പുറപ്പാടിലേക്ക് കടന്നു വരുവാനായിട്ട് ദൈവജനത്തെ ക്ഷണിക്കുകയാണ് ചെയ്യുക. പ്രിയപ്പെട്ടവരെ, അങ്ങനെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ഈ യേശുവിൻ്റെ ജ്ഞാനസ്നാന തിരുനാൾ ഇന്ന് ആഘോഷിക്കുമ്പോൾ ഇത് 2 കാലങ്ങളുടെ ആരാധനക്രമവത്സരത്തിലെ 2 കാലങ്ങളുടെ ഒരു കൂട്ടിച്ചേരലാണ്. യേശുവിൻ്റെ ജ്ഞാനസ്നാനം ഒരു പാലമായിട്ട് എന്ന് പറയാനായിട്ട് സാധിക്കും. കാരണം ഔദ്യോഗികമായിട്ട് ക്രിസ്മസിൻ്റെ അതുപോലെ തന്നെ ഉയർപ്പ് കാലത്തിൻ്റെ എല്ലാം അവസാനം കുറിച്ചുകൊണ്ട് ആണ്ടുവട്ടത്തിലെ കാലത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. അതായത് യേശുവിൻ്റെ ആ ക്രിസ്മസ് സീസൺ കഴിഞ്ഞ്, അതായത് യേശുവിൻ്റെ പരസ്യ ജീവിതത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. അപ്പോൾ ഇവിടെ 2 കാലങ്ങളുടെയും ഒരു കൂട്ടിച്ചേരലാണ് കർത്താവിൻ്റെ ജ്ഞാനസ്നാനത്തിൻ്റെ തിരുനാൾ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിലെ സംബന്ധിച്ചിടത്തോളം ഇതൊരു കൂട്ടിച്ചേരൽ തന്നെയാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഇതുവരെ ചെയ്തതിനേക്കാളും ഉപരിയായിട്ട് യേശുവിൻ്റെ പരസ്യ ജീവിതത്തെ ധ്യാനിച്ചുകൊണ്ട് നമ്മൾ നമ്മുടെ ആത്മീയ ജീവിതം മുന്നോട്ട് നയിക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഓർക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് യേശുവിൻ്റെ പരസ്യ ജീവിതത്തിലൂടെ നമുക്ക് നൽകുന്ന ആത്മീയത, അത് ഉൾക്കൊണ്ടുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്താനായിട്ടാണ്. കാരണം ഈ യേശുവിൻ്റെ ജ്ഞാനസ്നാന തിരുനാൾ തരുന്ന സന്ദേശം എന്ന് പറയുന്നത് ഈ സ്വർഗരാജ്യം നമുക്ക് എല്ലാവർക്കും വേണ്ടി തുറക്കപ്പെട്ടതാണ്. ഇനി അതിനു വേണ്ടിയിട്ട് നമ്മൾ പ്രയത്നിക്കേണ്ടതുണ്ട്. അതായത് രഹസ്യങ്ങൾ വെളിപ്പെട്ടുകൊണ്ട് പുതിയൊരു പുറപ്പാടിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ അത് അനുതാപത്തിലൂടെയും അനുതാപത്തിൽ നിന്നും അതുപോലെ തന്നെ പാപമോചനത്തിൽ നിന്നും എല്ലാം നമ്മൾ ആ ദൈവിക സാന്നിധ്യം ഉൾക്കൊണ്ടുകൊണ്ട് ആ ദൈവത്തിൻ്റെ ഛായയിലും സദൃശ്യത്തിലും അതുപോലെ കൽപ്പനകളിലും എല്ലാം നമ്മൾ പങ്കുചേർന്നുകൊണ്ട് ജീവിച്ചുകൊണ്ട് സ്വർഗരാജ്യത്തിന് അവകാശികളായി മാറണം എന്നുള്ളതാണ്. അതിനാൽ ഈ തിരുനാളിൻ്റെ അർത്ഥവും വ്യാപ്തിയും ഒക്കെ മനസ്സിലാക്കിക്കൊണ്ട്, ആത്മീയ വ്യാപ്തിയൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് നമുക്കും ദൈവത്തെ ആരാധിച്ച് പരസ്യ ജീവിതത്തിലൂടെ ദൈവം തരുന്ന ആ മാതൃകപരമായിട്ടുള്ള ഇടപെടലെല്ലാം സ്വീകരിച്ചുകൊണ്ട് പിതാവായി ദൈവത്തെ ആരാധിക്കാനുള്ള കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് നമ്മുടെ വിശ്വാസം പ്രകടമാക്കിക്കൊണ്ട് ഏറ്റുപാടാം. ഏകനാം ദൈവത്തിൽ വിശ്വസിക്കുന്നേ, ആകാശത്തിൻ്റെയും ഭൂമിയുടെയും ദൃശ്യാദൃശ്യങ്ങളാം എല്ലാത്തിൻ്റെയും സൃഷ്ടാവും സർവൈക ശക്തനുമായ ദൈവപിതാവിൽ ഞാൻ വിശ്വസിക്കുന്നേ. എല്ലാ യുഗങ്ങൾക്കു മുൻപു പിതാവിൽ നിന്നു ജനിച്ചൊരു ദൈവസുതനും ഏകനാം ജാതനും നാഥനുമായ ക്രിസ്തുവാമീശോയിൽ വിശ്വസിക്കുന്നേ.
സാക്ഷാ ദൈവമാണെന്നും ഞാൻ വിശ്വസിക്കുന്നേ. ജാതനാണെങ്കിലും സൃഷ്ടനല്ലെന്നും സത്തയിൽ താതനോടേകനാണെന്നും സർവവും താൻ വഴി സൃഷ്ടമായെന്നും സന്തതം ഞാനേവം വിശ്വസിക്കുന്നേ. നമ്മൾക്കും നമ്മൾ തൻ രക്ഷയ്ക്കും വേണ്ടി സ്വർഗത്തിൽ നിന്നും ഇറങ്ങി പാരി കന്യാമറിയത്തിൽ നിന്നു റൂഹായ ധന്യ ശരീരമെടുത്തു നരനായി പന്തിയോസ് പീലാത്തോസ് വാണിടും നാളിൽ നമ്മൾക്കായി ഘോരമാ പീഡകളേറ്റു ക്രൂശിൽ മരിച്ചു സംസ്കാരവുമാർന്നു വിശ്വസിക്കുന്നേ ഈ സത്യങ്ങളെല്ലാം. മുന്നം ലിഖിതങ്ങൾ ചൊന്നതുപോലെ മൂന്നാം ദിവസം ഉയിർത്തെഴുന്നേറ്റു സ്വർഗത്തിലേറി ഇരുന്നരുളുന്നു തൻ പിതാവിൻ വലം പാർശ്വത്തിലായി. ജീവിപ്പോരെയും മരിച്ചവരെയും ന്യായം വിധിപ്പാൻ പ്രതാപങ്ങളോടെ വീണ്ടും വരും അന്തമില്ലാത്തതാണ് തൻ വാഴ്ച എന്നതും വിശ്വസിക്കുന്നേ. താതനിൽ നിന്നും തനയനിൽ നിന്നും ചെമ്മേ പുറപ്പെടും പാവനാത്മാവിൽ താതനും ജാതനും ഒന്നിച്ചു നിത്യം സുസ്ഥ്യനും പൂജ്യനും ആകും റൂഹായിൽ. വേദപ്രവാചകന്മാർ വഴിയെല്ലാം നമ്മോടരുൾ ചെയ്ത ജീവദാതാവും കർത്താവുമായുള്ള പാവനാത്മാവിൽ ഏറ്റവും ഉറപ്പായി വിശ്വസിക്കുന്നേ. വിശ്വസിക്കുന്നു ഞാൻ ഏകവിശുദ്ധ കാത്തോലിക്ക അപ്പോസ്തോലിക്ക സഭയിൽ പാപവിമോചനം ഏകുന്നോരേക ജ്ഞാനസ്നാനം ഭക്ത്യാ പ്രഖ്യാപിക്കുന്നേ. മൃത്യു വരിച്ചവർ ഉള്ളോരുയർപ്പും നിത്യപരലോക ജീവിതവും ഞാൻ വിശ്വസിച്ചേറ്റം ഉറപ്പായിഹത്തിൽ പ്രത്യാശയോടിത കാത്തിരിക്കുന്നേ. പ്രിയ സഹോദരെ, ഒന്നായി സമ്മേളിച്ചിരിക്കുന്ന നമുക്ക് നമ്മുടെ ദൈവത്തിൽ നിന്ന് സ്വീകരിച്ച അനുഗ്രഹങ്ങൾ സ്മരിച്ചുകൊണ്ട് അവിടുത്തോട് പ്രാർത്ഥിക്കാം. ശ്രവിക്കാൻ അർഹതയുള്ള പ്രാർത്ഥനകൾ അവിടുന്ന് നമ്മിൽ പ്രചോദിപ്പിക്കുമാറാകട്ടെ. സ്നേഹപിതാവായ ദൈവമേ, തിരുസഭയെ നയിക്കുന്ന പരിശുദ്ധ പാപ്പയെയും ഞങ്ങളുടെ രൂപതാധ്യക്ഷൻ ജെയിംസ് പിതാവിനെയും ഞങ്ങൾക്കായി ഇന്ന് ദീപബലി അർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ഞങ്ങളുടെ സ്നേഹബഹുമാനപ്പെട്ട ജോഷിയച്ഛനെയും മറ്റെല്ലാ വൈദികരെയും സമർപ്പിതരെയും അങ്ങേ സംരക്ഷണവും പരിശുദ്ധാത്മാവിൻ്റെ നിറവും നൽകി ദൈവത്തിൻ്റെ പരിമളമുള്ളവരായി മാറുവാൻ ഇവരെ അനുഗ്രഹിക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേൾക്കണമേ ദൈവമേ, പ്രാർത്ഥന കേൾക്കണമേ.
കേൾക്കണമേ. സർവശക്തനായ നല്ല ദൈവമേ, യേശുവിൻ്റെ ജ്ഞാനസ്നാന തിരുനാൾ കൊണ്ടാടുന്ന ഇന്നേ ദിനം സ്വർഗം തുറന്ന് അങ്ങേ പ്രിയപുത്രന് സാക്ഷ്യമേകി പരിശുദ്ധാത്മാവിനെ അയച്ചതുപോലെ ഞങ്ങളും മറ്റുള്ളവരിൽ നന്മ ദർശിച്ചുകൊണ്ട് സ്വർഗീയ അനുഭവം പകരുന്നവരാകുവാൻ ഇടയാക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേൾക്കണമേ ദൈവമേ, പ്രാർത്ഥന കേൾക്കണമേ. കരുണാസമ്പന്നനായ നല്ല ദൈവമേ, ഞങ്ങളുടെ രാഷ്ട്രത്തിനും ഭരണാധികാരികൾക്കും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നീതിയുടെയും സമാധാനത്തിൻ്റെയും മാർഗത്തിലൂടെ ജനങ്ങളെ നയിക്കുന്നതിനും സ്വാർത്ഥ താല്പര്യങ്ങൾ വെടിഞ്ഞ് സമൂഹ നന്മ ലക്ഷ്യമാക്കി ജനങ്ങളെ നയിക്കുന്നതിനും രാഷ്ട്ര നേതാക്കളെ അനുഗ്രഹിക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേൾക്കണമേ ദൈവമേ, പ്രാർത്ഥന കേൾക്കണമേ. സർവശക്തനായ നല്ല ദൈവമേ, പലവിധ ദുരിതങ്ങളാൽ വേദന അനുഭവിക്കുന്ന എല്ലാ മക്കളെയും അങ്ങേ തിരുഹൃദയത്തിൽ സംരക്ഷിക്കണമേ. അവരുടെ ജീവിതാവസ്ഥയിലേക്ക് അങ്ങ് കടന്നു ചെല്ലണമേ. അവരുടെ മനസ്സിനും ശരീരത്തിനും ഏറ്റ എല്ലാ ആഘാതങ്ങളിൽ നിന്നും അവർക്ക് സംരക്ഷണം നൽകണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേൾക്കണമേ ദൈവമേ, പ്രാർത്ഥന കേൾക്കണമേ. കരുണാമയനായ നല്ല ദൈവമേ, അങ്ങയുടെ വിളി സ്വീകരിച്ച് ഈ ലോകത്തിൽ നിന്നും യാത്രയായ എല്ലാവരുടെയും മേൽ കരുണ തോന്നണമേ. അവർ ചെയ്തു പോയ പാപകടങ്ങളെല്ലാം പുറത്ത് സ്വർഗത്തിൽ അങ്ങേ മുഖം ദർശിക്കുന്നതിനുള്ള ഭാഗ്യം ഇവർക്ക് നൽകണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേൾക്കണമേ ദൈവമേ, പ്രാർത്ഥന കേൾക്കണമേ. ഒരു നിമിഷം മൗനമായി നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള പ്രാർത്ഥനകളും നിയോഗങ്ങളും കർത്താവിൻ്റെ രക്ഷയേകുന്ന ഈ ബലിപീഠത്തിങ്കിലേക്ക് നമുക്ക് സമർപ്പിക്കാം. കർത്താവേ, യാചിക്കുന്ന സഭയുടെ പ്രാർത്ഥനകൾ അങ്ങേ സന്നിധിയിൽ പ്രീതികരമായി ഭവിക്കട്ടെ. അങ്ങനെ ഞങ്ങളുടെ യോഗ്യതകളാൽ യാചിക്കാൻ ധൈര്യപ്പെടാത്തത് അങ്ങേ കാരുണ്യത്താൽ ഞങ്ങൾക്ക് ലഭിക്കുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ. അഖിലേശ കാഴ്ച നൽകാൻ ഞങ്ങൾ തൻ ദുഃഖവും നന്മയും തിന്മയും സർവവും സ്നേഹമായി സ്വീകരിക്കൂ. അഖിലേശ കാഴ്ച നൽകാൻ ഞങ്ങൾ തൻ ദുഃഖവും നന്മയും തിന്മയും സർവവും സ്നേഹമായി സ്വീകരിക്കൂ. അഖിലേശ സ്വർണവും മീറയുമില്ല, വർണ്ണമയൂരങ്ങളില്ല, താലത്തിലേന്തുമീ അർപ്പിതങ്ങൾ താവകവീജിയാൽ പൂരിതമാക്കൂ. അഖിലേശ കാഴ്ച നൽകാൻ ഞങ്ങൾ തൻ ദുഃഖവും നന്മയും തിന്മയും സർവവും സ്നേഹമായി സ്വീകരിക്കൂ. സഹോദരൻ്റെയും നിങ്ങളുടെയും വലിയ സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവേൻ. കർത്താവ് തന്റെ നാമത്തിന്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെ തിരുസഭ മുഴുവന്റെയും നന്മയ്ക്കുമായി അങ്ങേ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. കർത്താവേ, അങ്ങേ പ്രിയപുത്രൻ്റെ ഈ വെളിപ്പെടുത്തലിൽ ഞങ്ങൾ കൊണ്ടുവന്നിരിക്കുന്ന കാഴ്ചദ്രവ്യങ്ങൾ സ്വീകരിക്കണമേ. അങ്ങനെ അങ്ങേ വിശ്വാസികളുടെ ബലിവസ്തു ലോകത്തിൻ്റെ പാപങ്ങൾ കാരുണ്യപൂർവ്വം കഴുകിക്കളയുവാൻ തിരുവള്ളമായ
അവിടുത്തെ ബലിയായി പരിണമിക്കുമാറാകട്ടെ. എന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ. കർത്താവ് നിങ്ങളോട് കൂടെയും അങ്ങേ ആത്മാവോടും കൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവിൻ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അത് ഉചിതവും ന്യായവും എത്രേ. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തന്റെ നിത്യമായ ദൈവമേ, എങ്ങും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. അങ്ങ് ജോർദാനിൽ വെച്ച് അത്ഭുതകരമായ രഹസ്യങ്ങളാൽ ഒരു നവസ്നാനം കാണിച്ചു തന്നു. അങ്ങനെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ശബ്ദത്തിലൂടെ അങ്ങേ വചനം മനുഷ്യരുടെ ഇടയിൽ വസിക്കുന്നു എന്ന് വിശ്വാസികൾക്ക് വിശ്വസിക്കപ്പെടുവാൻ ഇടയാക്കി. മാത്രമല്ല, പ്രാവിൻ്റെ രൂപത്തിൽ ഇറങ്ങി വന്ന ആത്മാവിലൂടെ അങ്ങേ ദാസനായ ക്രിസ്തു ആനന്ദ തൈലത്താൽ അഭിഷേകം ചെയ്യപ്പെട്ടവനും ദരിദ്രരോട് സുവിശേഷം പ്രസംഗിക്കുവാൻ അയക്കപ്പെട്ടുവെന്നും അറിയപ്പെടാൻ ഇടയാകുകയും ചെയ്തു. ആകയാൽ സ്വർഗീയ ശക്തികന്മാരോട് ചേർന്ന് ഭൂമിയിൽ ഞങ്ങൾ നിരന്തരം പ്രകീർത്തിക്കുന്നു. അങ്ങേ മഹാമഹിമയ്ക്ക് മുമ്പിൽ ഞങ്ങൾ അവിരാമം പ്രഘോഷിക്കുകയും ചെയ്യുന്നു. പരിശുദ്ധൻ പരിശുദ്ധൻ ദൈവം പരിശുദ്ധൻ, സൈന്യങ്ങൾ തൻ കർത്താവ ദൈവം പരിശുദ്ധൻ. നിരുപമങ്ങേ മഹിമകളാൽ നിറഞ്ഞു മഹിയും വിണ്ടലവും. നിരുപമങ്ങേ മഹിമകളാൽ നിറഞ്ഞു മഹിയും വിണ്ടലവും. ഹോസാന ഹോസാന ഹോസാന, അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവിൻ തിരുനാമത്തിൽ വരുവോരേറ്റം ധന്യരുമാ. കർത്താവിൻ തിരുനാമത്തിൽ വരുവോരേറ്റം ധന്യരുമാ. ഹോസാന ഹോസാന ഹോസാന, അത്യുന്നതങ്ങളിൽ ഹോസാന. അത്യുന്നതങ്ങളിൽ ഹോസാന. അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവേ, സർവവിശുദ്ധിയുടെയും ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായി ഇവ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട് സോമനസാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എൻ്റെ ശരീരം ആകുന്നു. അപ്രകാരം അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ.
എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിന്റെ രഹസ്യം. കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നതുവരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു, അങ്ങേ ഉയർപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. ആകയാൽ കർത്താവേ, അവിടുത്തെ മരണോയർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുമ്പിൽ നിൽക്കുന്നതിനും അങ്ങേ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവന്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിന്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ പപ്പായോടും ഞങ്ങളുടെ രൂപത അധ്യക്ഷനായ ജെയിംസ് മെത്രാനോടും വൈദിക ഗണത്തോടുമൊത്ത് സഭയെ അങ്ങേ സ്നേഹത്തിൻ്റെ പൂർണ്ണതയിൽ എത്തിക്കണമേ. ഉയർപ്പിൻ്റെ പ്രത്യാശയോടുകൂടി നിദ്രകൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ കാരണത്താൽ മരണമടഞ്ഞ സകലരെയും അങ്ങ് ഓർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളിൽ എല്ലാവരിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യകാമറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട ഔസേപ്പിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും കാലാകാലങ്ങളിൽ അങ്ങ് പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരുവാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശുക്രിസ്തു വഴി ഞങ്ങളങ്ങേ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും ആമേൻ. രക്ഷാകരമായ കൽപ്പനകളാൽ ഉത്ബോധിതരായും ദിവ്യോപദേശത്താൽ രൂപവത്കൃതരായും നിർഭയം നമുക്ക് ഏറ്റുപാടാം. സ്വർഗത്തിൽ വാഴും ഞങ്ങൾ തൻ താത, നിൻ നാമം പൂജിതമായിടണം. വരണം നിൻ രാജ്യം സ്വർഗത്തിലെ പോൽ നിന്നുള്ളം പാരിലുമായിടണം. അന്നു വേണ്ടുന്നോരാഹാരമിന്നും ഞങ്ങൾക്കു നൽകുമാറായിടണം. അന്യർ തൻ ദ്രോഹം ഞങ്ങൾ ക്ഷമിക്കുമ്പോൾ ഞങ്ങൾ തൻ ദ്രോഹവും നീ ക്ഷമിക്കാം. പാപ പരീക്ഷയിൽ ഉൾപ്പെടുത്താതെ തിന്മയിൽ നിന്നു നീ കാത്തിടണം. കർത്താവെ, എല്ലാ തിന്മകളിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്ന് നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശു ക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാവുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാകുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാവുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു എന്നങ്ങ് അപ്പോസ്തലന്മാരുടെ അരുൾ ചെയ്ത കർത്താവായ യേശു ക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൺ പാർത്ത് അങ്ങേ തിരുവള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനം ഐക്യം നൽകാൻ കനിയണമേ. എന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടരുളണമേ. കർത്താവിന്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. അങ്ങേ ആത്മാവോടും കൂടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുവേൻ.
ശാന്തി നൽകണമേ. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ. കുഞ്ഞാടിന്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീതർ. കർത്താവേ, അങ്ങയുടെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല. അങ്ങൊരു വാക്ക് ഉച്ചരിച്ചാൽ മാത്രം മതി, എൻ്റെ ആത്മാവ് സുഖം പ്രാപിക്കും. അരൂപിലുള്ള ദിവ്യകാരുണ്യ സ്വീകരണ പ്രാർത്ഥന. ഓ എൻ്റെ ഈശോയെ, അങ്ങ് വിശുദ്ധ കുർബാനയിൽ സത്യമായി എഴുന്നള്ളിയിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ വസ്തുക്കളെക്കാൾ ഞാൻ അങ്ങയെ സ്നേഹിക്കുകയും എൻ്റെ ആത്മാവിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ദിവ്യകുദാശയിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഇപ്പോൾ എനിക്ക് സാധ്യമല്ലാത്തതിനാൽ അരൂപിയിൽ എൻ്റെ ഹൃദയത്തിലേക്ക് അങ്ങ് എഴുന്നള്ളി വരണമേ. അങ്ങ് എന്നിൽ സന്നിഹിതനാണെന്ന് വിശ്വസിച്ച് ഞാൻ അങ്ങയെ ആശ്ലേഷിക്കുകയും എന്നെ അങ്ങയോട് പൂർണ്ണമായി ഐക്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഒരിക്കലും അങ്ങയിൽ നിന്നകലുവാൻ എന്നെ അനുവദിക്കരുതേ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ദിവ്യദാനത്താൽ പരിപോഷിതരായി ഞങ്ങൾ അങ്ങേ കാരുണ്യത്തിന് വിനയപൂർവ്വം പ്രാർത്ഥിക്കുന്നു. അങ്ങേ ഏകജാതനെ വിശുദ്ധത്തോടെ ശ്രവിച്ചുകൊണ്ട് ഞങ്ങൾ അങ്ങേ യഥാർത്ഥ മക്കളെന്ന് വിളിക്കപ്പെടുവാനും അപ്രകാരമായിരിക്കുവാനും ഇടയാകുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ. കർത്താവ് നിങ്ങളോടുകൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. പോകുവിൻ. ദിവ്യ പൂജ സമാപിച്ചു. ദൈവത്തിന് നന്ദി. വിമലേ അംബികെ നിന്നുടെ സവിതേ അഭയം തേടി വരുന്നു ഞാൻ. എന്നുടെ അർച്ചന യാചനയെല്ലാം കൈക്കൊള്ളണമേ തായേ, നീ കൈക്കൊള്ളണമേ.